പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ക്ലാസ് ഫംഗ്ഷൻ എന്ന അധ്യായത്തെ പറ്റിയാണ്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: എ ഫംഗ്ഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് എ റൂൾ ദാറ്റ് അസൈൻ എ യുണീക്ക് എലമെന്റ് എഫ് ഓഫ് എക്സ് ഇൻ ബി ഫോർ ഈച്ച് എലമെന്റ് ഇൻ എ. അത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാണെങ്കിൽ, ഇപ്പൊ നോക്കൂ, ഇത് എ എന്നുള്ള സെറ്റാണെന്ന് വിചാരിച്ചോളൂ. ഇത് ബി എന്നുള്ള ഒരു സെറ്റ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ബിയിൽ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ, എസ്, ഇത്ര ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ. എനെ നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്തു, ബിനെ ആറിലേക്ക് അസൈൻ ചെയ്തു, സിനെ ക്യൂയിലേക്ക് അസൈൻ ചെയ്തു. അങ്ങനെ വന്നാൽ ഇതിനെ നമ്മളൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ സാധാരണ സ്മോൾ ലെറ്റേഴ്സ് എഫ് അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ എച്ച് തുടങ്ങിയ അക്ഷരങ്ങൾ കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കാറ്. ഓക്കെ, ഇപ്പൊ ഇത് ഒരു ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷൻ ആവാനുള്ള കാരണം എ എന്നുള്ള എലമെന്റിന് യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ബിയിലുണ്ട്, എയില് മറ്റൊരു എലമെന്റ് ആയിട്ടുള്ള ബിക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആറിലുണ്ട്, സി എന്നുള്ള എലമെന്റിന് നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്യൂ എന്ന എലമെന്റിനെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഇത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇവിടെ പറയും എന്റെ ഇമേജ് ആണ് പി. ഓക്കെ, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഈക്വൽ ടു പി ആണെന്നും പറയും. എന്റെ ഇമേജ് ആണ് പി, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഈക്വൽ ടു പി ആണെന്നും പറയും. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിന് പകരം ഇങ്ങനെ കാണിച്ചാലും മതി. എഫ് എന്നുള്ള ഫംഗ്ഷൻ എഫ് എ കോമ പി ബി കോമ ആർ സി കോമ ക്യൂ ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം. ഇങ്ങനെ കാണിച്ചാൽ എയുടെ ഇമേജ് ആണ് പി, ബിന്റെ ഇമേജ് ആണ് ആർ, സിന്റെ ഇമേജ് ആണ് ക്യൂ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ വേറെ തിരിച്ചു പറയുകയാണെങ്കിൽ പിയുടെ പ്രീ ഇമേജ് ആണ് എ, എന്റെ ഇമേജ് ആണ് പി, പിയുടെ പ്രീ ഇമേജ് ആണ് എ. ഓക്കെ, അപ്പൊ എന്നാലും കൃത്യമായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് ഫംഗ്ഷൻ എന്ന്. താഴെ ഒരു 4 എക്സാമ്പിൾ കാണിക്കാം. ആ 4 എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്ന് ഒരു ഐഡിയ കിട്ടും. നോക്കൂ, ഇവിടെ 4 ഡിഫറെന്റ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിംഗിൽ ഒന്നാമത്തേത് ഇത്, ഈ എഫ് എന്നുള്ള ഈ മാപ്പിംഗ് അതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആവാനുള്ള കാരണം 2 കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ ആക്കുക. ഒരു മാപ്പിങ്ങിനെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. ഒരു എലമെന്റിന് 2 ഇമേജ് പാടില്ല. ഈ 2 കണ്ടീഷനാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കൂ, എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ട്, ഒരാൾക്കും തന്നെ 2 ഇമേജ് ഇല്ല. ആയതുകൊണ്ട് ഇത് ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ജി എന്ന് വിളിക്കാം. ഈ ജി എന്നത് ഒരു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആവാതിരിക്കാനുള്ള കാരണം ഇവിടെ ഡി എന്ന എലമെന്റിന് ഇമേജ് ഇല്ല. ആയതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇതും ഒരു ഫംഗ്ഷൻ അല്ല. നമുക്ക് എച്ച് എന്ന് വിളിക്കാം. എച്ച് ഒരു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആവാതിരിക്കാനുള്ള കാരണം എ എന്ന എലമെന്റിന് 2 ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആയതുകൊണ്ട് എച്ച് ഒരു ഫംഗ്ഷൻ അല്ല. എന്നാൽ ഇത് നമുക്ക് സം കെ എന്ന് വിളിക്കാം. ഇത് കെ എന്ന ഫംഗ്ഷൻ ആണ്. ഈ കെ എന്ന ഇത് ഒരു ഫംഗ്ഷൻ ആണ്. കാരണം ഇവിടെ തോന്നിപ്പോവും നിങ്ങൾക്ക് ഇതൊരു ഫംഗ്ഷൻ അല്ല എന്ന് തോന്നും. കാരണം ഇതേപോലെ കണ്ടത് കൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ലേ എന്ന് തോന്നിപ്പോവും. പക്ഷെ ഫംഗ്ഷൻ ആണ്. നമ്മൾ പറയുന്നത് എല്ലാ എലമെന്റിലും ഇമേജ് ഉണ്ടാവണം. എന്റെ ഇമേജ് പി ആണ്, ബിന്റെ ഇമേജ് പി ആണ്, സിന്റെ ഇമേജ് ആർ ആണ്. ഓക്കെ, ആർക്കും തന്നെ 2 ഇമേജ് ഇല്ല. എക്ക് ഇവിടെ 2 ഇമേജ് ഉണ്ട്. ഇതങ്ങനല്ല. എക്കും ബിക്കും സെയിം ഇമേജ് ആണ്. എക്ക് 2 ഇമേജ് ഇല്ല, പക്ഷെ അതിന് പകരം എക്കും ബിക്കും സെയിം ഇമേജ് ആണെന്ന് മാത്രം. അത് വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ആയതുകൊണ്ട് കെ എന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറും. ഈ 4 മാപ്പിങ്ങിൽ എഫും കെയും മാത്രമാണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ എസ് അധികം വന്നാലോ അത് വിരോധമല്ല. ഇവിടുത്തെ എല്ലാ എലമെന്റിനും ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡിസ്കസ് ചെയ്യും. ആ ഫംഗ്ഷനെ ഓൺ ടു എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നിലവിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന് എഫും കെയും ആണ് ഫംഗ്ഷൻ ആയിട്ട് വരിക. അഥവാ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. ഒരു എലമെന്റിന് പോലും
രണ്ട് ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിപ്പോ ഗ്രാഫിക്കിലാണ് പറയണമെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് താഴെ വരക്കുന്നുണ്ട്, വരച്ചതിന് ശേഷം പറയാം. നോക്കൂ, ഞാനിവിടെ 4 ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തേത് ഫംഗ്ഷനാണ്, രണ്ടാമത്തേതും ഫംഗ്ഷനാണ്, പക്ഷെ ഇതും ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട് ഫംഗ്ഷനായി, എന്തുകൊണ്ട് ഫംഗ്ഷൻ ആയില്ല എന്ന് പറയാം. ഒരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് വെർട്ടിക്കൽ ലൈനും ഗ്രാഫിന്റെ എവിടെയെങ്കിലും ടച്ചിങ് ഉണ്ടാവണം. ഗ്രാഫിന്റെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഏത് വെർട്ടിക്കൽ ലൈനും ഗ്രാഫിന്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്യരുത്. ഏത് വെർട്ടിക്കൽ ലൈനും ഗ്രാഫിന്റെ എവിടെയെങ്കിലും ടച്ചിങ് ഉണ്ടാവണം. ഏത് വെർട്ടിക്കൽ ലൈനും ഗ്രാഫിന്റെ 2 പോയിന്റിൽ ടച്ചിങ് അരുത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം. തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഏത് എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. ഇതെന്ന് പറഞ്ഞാൽ ഏത് എലമെന്റിനും 2 ഇമേജ് ഉണ്ടാവരുത്. അതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചാലും അത് ഗ്രാഫിന്റെ എവിടെയെങ്കിലും ടച്ചിങ് ഉണ്ടെന്ന് മാത്രമല്ല ഒരു ഭാഗത്ത് പോലും 2 പോയിന്റിൽ ടച്ചിങ് വരുന്നില്ല. ഇവിടെ നോക്കൂ, ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിന്റെ എവിടെയെങ്കിലും ടച്ചിങ് ഉണ്ടെന്ന് മാത്രമല്ല 2 ഭാഗത്ത് ടച്ചിങ് വരുന്നില്ല. ഇവിടെ നോക്കൂ, വെർട്ടിക്കൽ ലൈൻ വരക്കുമ്പോൾ ഇവിടെയൊക്കെ ശരിയാവുന്നുണ്ട്, ഗ്രാഫിന്റെ ഒരു പോയിന്റ് ടച്ചിങ് വരുന്നുണ്ട്. പക്ഷെ ഇത് കൂടെ ലൈൻ വരക്കുമ്പോൾ ഇതിന്റെ ലൈൻ വളഞ്ഞു പോകുന്നുണ്ട്. അത് ഈ ഭാഗത്ത് കൂടെ ലൈൻ വരച്ചാൽ അത് ഗ്രാഫിന്റെ എവിടെയും ടച്ച് ചെയ്യാതെ പോകുന്നുണ്ട്. അഥവാ ഈ ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ ഫാൾസ് ആവുന്നുണ്ട്. ആയതുകൊണ്ടാണ് ഇത് ഒരു ഫംഗ്ഷൻ ആവാത്തത്. ഇത് ഫംഗ്ഷൻ ആവാതിരിക്കാനുള്ള കാരണം 2 കാരണങ്ങളാണ്. ഒരു കാരണം മാത്രം കിട്ടിയാൽ മതി നമുക്ക് ഫംഗ്ഷൻ ആവാതിരിക്കാൻ. ഇവിടെ 2 കാരണങ്ങളെ കൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഏതൊക്കെ കാരണങ്ങളാ? ഒന്ന്, ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരക്കുമ്പോൾ അത് ഗ്രാഫിന്റെ 2 പോയിന്റിൽ ടച്ചിങ് ഉണ്ട്. ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്കത് ഫംഗ്ഷൻ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഭാഗത്ത് കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുമ്പോൾ അത് ഗ്രാഫിന്റെ എവിടെയും ടച്ച് ചെയ്യാതെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രമാണ്, ഈ 2 ഗ്രാഫ് മാത്രമാണ് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫായിട്ട് മാറുകയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.